ഈച്ചശല്യത്തിൽ പൊറുതിമുട്ടി തൃശൂർ കുരിയച്ചിറ നിവാസികൾ. കോർപ്പറേഷൻ ജൈവമാലിന്യ പ്ലാന്റിന്റെ അശാസ്ത്രീയ നടത്തിപ്പാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത്. കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുള്ള പ്രദേശത്താണ് വർഷങ്ങളായി അറവുശാലയും ശ്മശാനവുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് വന്ന ജൈവമാലിന്യ പ്ലാന്റിൽ നിന്നുള്ള ഈച്ചശല്യം കാരണം വീടുകളിൽ ഭക്ഷണം പോലും പാകം ചെയ്യാനാവാതെ വലയുകയാണ് നാട്ടുകാർ. അതിരൂക്ഷമായ ഈച്ചശല്യമാണ് പ്രദേശത്താകെയും. 100-100 ആയിരക്കണക്കിന് ഈച്ചകളാണ് വീടുകൾ തോറും പാറി നടക്കുന്നത്. കുടിക്കാൻ വെള്ളമെടുത്താൽ പോലും അതിൽ ഈച്ചകളുണ്ടാകും. ഈച്ചയെ പിടികൂടാൻ പശ പുരട്ടിയ പേപ്പറുകൾ ഓരോ വീടുകളിലും സ്ഥാപിച്ചിട്ടുണ്ട്. കുരിയച്ചിറയിൽ കോർപ്പറേഷൻ സ്ഥാപിച്ച ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിരവധി ജനങ്ങളാണ്. രോഗങ്ങൾ വരാൻ തുടങ്ങിയതിനെ തുടർന്ന് പലരും താമസം മാറിപ്പോകുവാൻ തുടങ്ങി. വർഷങ്ങളായി അറവുശാലയിലെ ദുർഗന്ധം സഹിച്ചു കഴിയുന്ന ജനങ്ങളെ വലയ്ക്കുന്നതാണ് ആഴ്ചകളായുള്ള ഈച്ചശല്യം. കോർപ്പറേഷന്റെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായ പരിചരണമാണ് ഇതിനു കാരണമെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. അറവുശാലയില് വളരെ മോശപ്പെട്ട സ്ഥിതി. ജനങ്ങൾ ഈ നാറ്റായിരുന്നു ആദ്യം ഉണ്ടായതെങ്കിൽ ഇവിടുന്ന് കോർപ്പറേഷൻ മാർച്ച് സമരങ്ങളൊക്കെ കോർപ്പറേഷനിൽ ചെയ്തെങ്കിലും പിന്നീട് ഈച്ചശല്യമാണ്. 10-22 ഡിവിഷനത്തെ അതാത് ഡിവിഷനത്തെ മാലിന്യം അതാത് ഡിവിഷനിൽ സംസ്കരിക്കാതെ എല്ലാ ഡിവിഷനത്തെയും മാലിന്യം ഇവിടെ കൊണ്ടുവന്നിട്ട് അത് വളാക്കുന്ന രീതി ചെയ്യാനായിട്ട് ഇവിടുത്തെ കോർപ്പറേഷനിൽ ബന്ധപ്പെട്ടവർക്കോ അറിയണില്ല. പലതവണ പരാതി നൽകിയിട്ടും അധികാരികളെ കണ്ടിട്ടും പരിഹാരമില്ല. തൃശൂർ കോർപ്പറേഷന്റെ 22 ഡിവിഷനിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി കൂടിയിട്ട് 11 മാസമായെന്നും അംഗങ്ങൾ പറയുന്നു. കൊണ്ടുവരുന്നതാണ് അവർ വിവരാവകാശം കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 22 ഡിവിഷൻ കോർപ്പറേഷൻ്റെ അത് മുഴുവൻ ഇവിടേക്കാണ് കൊണ്ടുവരുന്നത്. അതെന്തായാലും നനവുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ അതുമ്മേ ഈച്ച വരും. അത് കഴിഞ്ഞിട്ട് ഒരു 20 ദിവസത്തെങ്കിലും പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അത്രയും കുറഞ്ഞല്ലേ ഉണ്ടാവുള്ളൂ. അതിനും കൂടുതൽ 30-40 ദിവസമൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടാണ് പ്രോസസ്സിങ് നടക്കുന്നത്. അതിൻ്റെ കാരണം തന്നെ ഇവിടുത്തെ ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടറാണല്ലോ WC. അത് പ്രവർത്തനരഹിതമായിട്ട് കുറച്ചാലും നിന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോർപ്പറേഷന്റെ ശ്മശാനത്തിന് സമീപം റോഡരികിലായി മാലിന്യ പ്ലാന്റിൽ നിന്നും ലോഡ് കണക്കിന് മാലിന്യമാണ് കുഴി നിറച്ചിട്ടിരിക്കുന്നത്. ഇതിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധവും ഈച്ചകളും സമീപത്തെ വീടുകളിലേക്കാണ് എത്തുന്നത്. ഇതുകാരണം ഭക്ഷണം പാകം ചെയ്യുവാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് വീട്ടമ്മമാർ. ഇവിടെ ഭയങ്കര ഈച്ചശല്യാണ്. ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും സാധിക്കുന്നില്ല. കണ്ടില്ലേ, ഇത് കാണുന്ന പോലെ തന്നെയാണ്. ഇവിടെ ഭയങ്കര ഈച്ചശല്യമുണ്ട്. ഭക്ഷണം പാചകം ചെയ്യാൻ വരെ തുറന്നു വെച്ചൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ഈച്ചകൾ വന്ന് നിറയും. കുട്ടികളുള്ള വീടുകളിലെ മാതാപിതാക്കളും ഈച്ചശല്യം കാരണം ഭീതിയിലാണ്. നമുക്കിവിടെ ഒരു 2 വയസ്സുള്ള കുട്ടിയുണ്ട്. അവന് ഭക്ഷണം കൊടുക്കാനൊന്നും പറ്റണില്ല. പിന്നെ അടുക്കളയിലൊക്കെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എല്ലാത്തിലും ഈച്ചകൾ വന്ന് വീഴാണ് ചെയ്യണത്. പിന്നെ കുട്ടിക്ക് ഉറങ്ങാനും പറ്റണില്ല. ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഈച്ചശല്യം. ഒരാൾ എപ്പോഴും ഇരുന്നിട്ട് വീശി കൊടുക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. കോർപ്പറേഷന്റെ ശ്മശാനവും കൃത്യമായ പരിചരണമില്ലാത്തതിനാൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി മാറുകയാണ്. ശ്മശാനത്തിന്റെ പുകക്കുഴലിന്റെ മുകൾ ഭാഗം ദ്രവിച്ചതിനാൽ മാംസം കത്തുന്ന ഗന്ധം രൂക്ഷമാണ്. ഇതിനു പുറമെ മൃഗങ്ങൾക്കായുള്ള ശ്മശാനത്തിന്റെ പ്രവർത്തനവും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വീടുകളുമുള്ള പ്രദേശം കൂടിയാണ് കുരിയച്ചിറ. ഈ പ്രദേശത്തെ അധികാരികൾ മനഃപൂർവ്വം ദുരിതത്തിലാക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അറവുശാലയ്ക്കെതിരെ ജനങ്ങൾ സമരം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് ജൈവമാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ സമരരംഗത്തേക്ക് വരികയാണ്. ജനം, തൃശൂർ.